നിന്റെ പ്രതിയോഗികളെയും നിന്റെ വിരോധികളെയും നിന്റെ ശത്രുക്കളെയും കുഫറിന്റെ അഹലുകാരുടെ മുഖത്തെ നാളെ കറുത്ത് കരുവാളിച്ച് വികൃത രൂപമാക്കുന്നത് പോലെ എന്റെ മുഖത്തെ നീ വികൃതമാക്കരുതേ അല്ലാഹ്. ദുആ ചെയ്തുകൊണ്ട് ഒളുവെടുക്കണേ. നിങ്ങൾ ഓരോ വഖത്ത് നമസ്കാരത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ഒളുവെടുക്കുമ്പോ ആ ഒളുവിന്റെ അവയവങ്ങളിൽ ഈ ദുആകളെ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഈ മുഖം നാളെ പ്രസന്നമാകാൻ കാരണമായേക്കാം. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്, യൗമ തബിയല്ലു വജൂഹ് വതസ്വദ്ദു വജൂഹ് وأما الذين ابيضت وجوههم ففي رحمة الله. ആരുടെ മുഖമാണോ പ്രകാശമാനമായത് അവർ അല്ലാഹുവിന്റെ കാരുണ്യത്തിലാണ്. ഹും ഫീഹാ ഖാലിദൂൻ. അവരെപ്പോഴും ആ റഹ്മത്തിൽ തന്നെയായിരിക്കും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന ലില്ലാഹി മിഅത റഹ്മ. അല്ലാഹുക്ക് 100 കാരുണ്യമുണ്ട്, അല്ലാഹുക്ക് 100 റഹ്മത്തുണ്ട്. ഇന്ന ലില്ലാഹി മിഅത റഹ്മ അൻസല മിൻഹാ റഹ്മതൻ വാഹിദ ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാ. ആ 100 റഹ്മത്തിലെ ഒരു റഹ്മത്താണ്, ഒരു കരുണയാണ്, ഒരു കാരുണ്യമാണ്. അൻസല മിൻഹാ അല്ലാഹു ഇറക്കിയത് ആർക്ക്? ആരുടെ ഇടയിലേക്ക്? ബൈനൽ ജിന്നി വൽ ഇൻസി വൽ ബഹായിമി വൽ ഹവാ. ജിന്ന് വർഗങ്ങൾക്കിടയിലും മനുഷ്യവർഗങ്ങൾക്കിടയിലും ഭൂതവർഗങ്ങൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഹിംസ്ര ജീവികൾക്കിടയിലും ഉദര ജീവികൾക്കിടയിലും ഈ റഹ്മത്തിൽ ഒരു റഹ്മത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിലേക്ക് ഇറക്കിയത്. ഫബിഹാ യതറാഹമൂന വയതഅതഫൂൻ. ആ ഒരു റഹ്മത്ത് കൊണ്ടാണ്, ആ ഒരു കാരുണ്യം കൊണ്ടാണ് ഈ സമുദായത്തിലെ മുഴുവൻ പേരും പരസ്പരം കരുണ കാട്ടുന്നത്. മൃഗങ്ങൾ കരുണ കാട്ടുന്നത്, ഉദരജീവികൾ കരുണ കാട്ടുന്നത്, ജിന്നുകൾ കരുണ കാട്ടുന്നത്. ഇതിന്റെ എല്ലാം കാരണം അല്ലാഹു ഒരു റഹ്മത്ത് അയച്ചതിന്റെ പേരിലാണ്. ഒറ്റ റഹ്മത്തുണ്ടാണ്. പശു നമ്മളോട് കാണിക്കുന്ന കരുണ, കാട്ടാന നമ്മളോട് കാണിക്കുന്ന കരുണ. എത്രയോ കാട്ടാന അടുത്തൂടെ പോയിട്ട് മിണ്ടുന്നില്ലല്ലോ. കാട്ടുപോത്ത് അതിന്റെ പരിസരത്ത് കൊണ്ടുപോയിട്ട് നിന്ന് ഫോട്ടോ എടുക്കുമല്ലോ, എന്നിട്ടും മുണ്ടുന്നല്ലോ. അതൊരു കുത്തുകുത്തിയാ തീർന്നില്ല സംഭവം. എത്ര പാമ്പ് അടുത്തൂടെ പോകുന്നു, എത്ര പാമ്പിനെ ആള് തട്ടി മാറ്റുന്നു. സർപ്പം, മൂർഖൻ, ഭയങ്കര കിങ് കോബ്ര ഇതിനൊക്കെ തട്ടി മാറ്റുന്നു. ചിലപ്പോ നമ്മുടെ വസ്ത്രത്തിൽ കാണാം, ചിലപ്പോ ബാത്റൂമിൽ കാണും, ചിലപ്പോ ക്ലോസറ്റിനകത്തിരിക്കും. ഇതൊക്കെ നമ്മൾ അപ്പോഴപ്പോഴും ചാടി എഴുന്നേറ്റൊക്കെ വേണമെങ്കിൽ അതിന് കൊത്താം. പക്ഷെ എന്തേ ചെയ്യാത്തത്? അള്ളാന്റെ റഹ്മത്തോടെ ഇറക്കിയിട്ടുണ്ട്. അതിന്റെ റഹ്മത്തുണ്ട്, അള്ളാന്റെ കരുണയുള്ളത് കൊണ്ടാണ്, അള്ളാന്റെ കാരണയുള്ളത് കൊണ്ടാണ്. പേപ്പട്ടി, പട്ടി, നായ്ക്കൾ, ഇതിലെ കൂടെ ഒക്കെ പോകുമ്പോ എത്ര നായ്ക്കളുള്ളത്. കുറെ പേരെ കടിക്കുന്നു. എന്നാലും കടിക്കാൻ നിന്നാലോ അത് മുഴുവനും കടിക്കാൻ നിന്നാൽ നമ്മളെല്ലാരും കടിക്കാൻ വേണമെങ്കിൽ തീരുമാനം എടുത്തിട്ട് 10 പട്ടികൾ ജമാഅത്തായിട്ട് വരുന്നു. ഭയങ്കരമായിട്ട് കുറച്ചിട്ട് നമ്മൾ ഓടുവോ? നമ്മൾ വെടിവെക്കാൻ പോവോ? മനുഷ്യനെ കൊന്നാലും പട്ടിയെ കൊല്ലരുതെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും പേടിച്ചു പോകും. നമ്മൾ ഈ പരിസരത്ത് കാണുന്ന കാടുകള്, ഇവിടൊക്കെ എത്രയോ കാടുകളുണ്ട്. നമ്മൾ ഈ കാട്ടില് വല്ല വേലി വല്ലം കെട്ടിട്ടുണ്ടോ? സിംഹം ഇറങ്ങി വരാം, പുലി ഇറങ്ങി വരാം. വല്ലപ്പോഴൊക്കെ വർക്കത്തിനൊരു പുലി അവിടെ ഇവിടെയൊക്കെ ഇറങ്ങും. അത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി ആവുകയും ചെയ്യും. അത് ഒരു പുലി, പുലിയുണ്ട്. അതിറങ്ങി വന്നാൽ എന്തായിരിക്കും? വലിയ വലിയ പുലികളൊക്കെ ഉണ്ട്. അതൊക്കെ ഇറങ്ങി വന്നാൽ എന്തായിരിക്കും? ജമാഅത്തോടെ ഒരു 10 പുലി ഇറങ്ങി വരട്ടെ, ഒരു 30 പുലി ഇറങ്ങി വരട്ടെ, ഒരു 30 സിംഹം ഇറങ്ങി വരട്ടെ, ഒരു 10-30 കാട്ടാന ഇറങ്ങി വരട്ടെ, പയ്യക്കീൽ ഇറങ്ങട്ടെ, കാസർഗോഡൊക്കെ ഇറങ്ങട്ടെ. ഈ വീര്യം അടിച്ചടക്കുന്നവനൊക്കെ ഓടുന്ന ഓട്ടം കാണാം. ആകാശത്തിലേക്ക് കയറിപ്പോകും എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിട്ട്. അപ്പൊ ഇതിനെയൊക്കെ അള്ളാഹു ആ കാട്ടിൽ തന്നെ തളച്ചിടുന്നത് എന്തിനാണ്? അള്ളാഹുവിന്റെ റഹ്മത്ത് കരുണയുള്ളത് കൊണ്ടാ നമ്മളോട്. അള്ളാഹു തആല ഈ കാരുണ്യം അവർക്കിടയിൽ കൊടുത്തു. വെറുതെ തിന്നാൻ പാടില്ല, വെറുതെ വേദനിപ്പിക്കാൻ പാടില്ല, വെറുതെ വിഷമിപ്പിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ കരുണയുള്ളത് കൊണ്ടല്ലേ ജിന്നുകൾക്കും ഇൻസുകൾക്കും ഹിംസ്ര ജീവികളോടും അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹു വർഷിച്ചിട്ടുണ്ട്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യം അടുത്തതാണ്. കാരണം എന്താണ്? വഅഖറ 99 റഹ്മാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ 100 കാരുണ്യത്തിൽ നിന്ന് ഒരു കരുണ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു ഓഹരി ചെയ്തത്. ബാക്കി 99 റഹ്മത്ത് അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാ. യർഹമു ഇബാദഹു യൗമൽ ഖിയാമ. നാളെ ഖിയാമത്ത് നാളിൽ എനിക്കും നിങ്ങൾക്കും ഈ അടങ്ങുന്ന മുസ്ലിം ലോകത്തിന് മാനവ മക്കൾക്ക് മനുഷ്യർക്ക് നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ കരുണ വേണ്ടേ? ആ കരുണയ്ക്ക് വേണ്ടി അല്ലാഹു 99 കരുണ അല്ലാഹു പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവിടെയാണ് നമുക്ക് കരുണ വേണ്ടത്, ഇവിടെ ഒന്നുമല്ല. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇവിടെ കേൾക്കണേ. അർഹമു മാ യകൂനുൽ മൗലാ ജല്ല ജലാലുഹു ഇദാ ദഖല ഖബ്റഹു ഫമൻ ദകറ വജദഹു റൗളതൻ മിൻ റിയാദിൽ ജന്ന. കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ കാരുണ്യം ഒരു അടിമ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഇദാ ദഖല ഖബ്റഹു വതഫറഖ الناس والأصحاب عنه. ജനങ്ങളെല്ലാവരും ഒരു മയ്യത്ത് കൊണ്ട് ഖബറിലേക്ക് വെച്ച് എല്ലാവരും അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാന്റെ കരുണ ആഗ്രഹിക്കുന്ന സമയം ആ ഖബറിന്റെ ഉള്ളിലാണ്. അതുകൊണ്ടാണ് മയ്യത്ത് നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ കൈകെട്ടിയിട്ട് പറയുന്ന ദുആ എന്താ? അല്ലാഹുമ്മഗ്ഫിർ ലഹു. അടുത്തെന്താ? ഉറക്കെ പറയൂ. മയ്യത്ത് നിസ്കാരത്തിന് ദുആ അറിഞ്ഞൂടാ, പോയി എല്ലാ മയ്യത്തും പോയി. അല്ലാഹുമ്മഗ്ഫിർ ലഹു. ഉറക്കെ പറഞ്ഞു, നിങ്ങൾക്ക് അറിയുമോ? നിങ്ങൾ ഉറങ്ങാണോ അത് ഇരിക്കാണോ അറിയാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് പറഞ്ഞ വാക്ക് ഇർഹംഹു. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ നിസ്കാരത്തിന്റെ ഇബാദത്തിന്റെ സലാത്തിന്റെ ദിക്റിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഈ റഹ്മത്ത് എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. ഭയങ്കര സംഭവമാണ് ഈ റഹ്മത്ത് എന്നൊക്കെ പറഞ്ഞാൽ. ഈ കരുണ എന്ന് പറഞ്ഞാൽ വെറിയൊരു സംഭവമല്ല. അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുടക്കത്തിൽ നമ്മളിപ്പോ ഏതെടുത്താലും, നമ്മൾ ഏത് കാര്യം തുടങ്ങിയാലും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്നാണ് നബിയുനാ റസൂലുള്ളാഹി. ബിസ്മി കൊണ്ട് തുടങ്ങാത്തതാണ് എല്ലാത്തിലും പ്രശ്നം. ഇപ്പൊ കട ഉദ്ഘാടനം നടത്തുന്ന ഇതുകൊണ്ടാ തുടങ്ങാ കട ഉദ്ഘാടനം, ബർക്കത്ത് കിട്ടൂല. കടയിൽ മൊത്തം കൊണ്ടുപോയിട്ട് രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പാന്റ്, പാൻറ്റീസ്, ജട്ടി, ബ്രൈസർ, ഇതൊക്കെ ഓരോ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട്, തലയുണ്ടാക്കി വെച്ചിട്ട്, മാറുണ്ടാക്കി വെച്ച്, അതുണ്ടാക്കി വെച്ച്, ഇതിലെല്ലാം ഓരോന്നിട്ട് ഇങ്ങനെ ഈ കോലത്തിൽ കുരങ്ങന്മാരുണ്ടാക്കി മൊത്തം കടയിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഓൻ അവിടെ ഈച്ച അടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. ഒരു മനുഷ്യനും അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തോടെ ഇറങ്ങൂലല്ലോ. എവിടെ ഇറങ്ങണ്ട? അല്ലാഹുവിന്റെ രൂപമുള്ള സ്ഥലത്ത് അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടൂല മക്കളെ. അല്ലാഹി സത്യം കിട്ടൂല. ഇതിനു മുമ്പ് നീ കച്ചവടം ചെയ്തിട്ടുണ്ടല്ലോ. ഏത് രൂപമാ നീ വെച്ചത്? ആരുണ്ടാക്കി വെച്ച്? എന്റെ ഉപ്പാനെ ഉമ്മാനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇപ്പൊ നോക്കിയാൽ നമ്മുടെ പെങ്ങളാണെന്നേ പറയുള്ളൂ. ആ കാലൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാല് സ്ട്രെച്ചറിലൊക്കെ കാല് കിടക്കുന്നത് കണ്ടാൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് ലേബർ റൂമിൽ കയറ്റിയത് പോലെയാണ്. അതേപോലെ അല്ല, ഈ രൂപം ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇത് നാളെ ജീവൻ ഇട്ട് കൊടുക്കണ്ടേ ഈ രൂപത്തിന്? അപ്പൊ ഇതിന് നമ്മൾ നല്ല മൊഞ്ചാക്കി, ഇതിന് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കടയുടെ ഫ്രണ്ടിൽ കൊണ്ടുവെക്കുമ്പോ അള്ളാന്റെ റഹ്മത്ത് ആ കടയിലേക്ക് ഇറങ്ങുന്നില്ല, വരുന്നില്ല. കച്ചവടം ഇല്ല. കൂടുതൽ ഇന്ന് കച്ചവടം ഇല്ലാത്തതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. നിങ്ങൾ അതൊക്കെ ഒഴിവാക്ക്. എന്നിട്ട് റഹ്മത്തിന്റെ അള്ളാഹുവോട് ദുആ ചെയ്യ്. വരുവോ ഇല്ലോ നമുക്കറിയാലോ. വരുവോ, കച്ചവടം വരുന്നുണ്ടോ ഇല്ലോ നമുക്കറിയാലോ. റഹ്മത്ത് ഇറങ്ങണ്ടേ? റഹ്മത്ത് എന്ന് പറഞ്ഞ സാധനം, കരുണ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങണ്ടേ? രാവിലെ കട തുറക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അള്ളാഹുവിനെ സ്തുതിച്ച് ഒരു സലാത്തിൽ ചൊല്ലി ഏത് കാര്യം നമ്മൾ തുടങ്ങണമെന്നാണ്. ഏത് കാര്യത്തിനും അള്ളാഹയെ സ്തുതിക്കണം, നബി തങ്ങളുടെ പേരിലുള്ള സലാത്തിൽ ചൊല്ലണം. മല്ലം യബ്ദഅ ബിസ്മില്ലാഹി ഫഹുവ അബ്തർ. ഏതൊരു കാര്യം നിങ്ങൾ തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലിയില്ല എങ്കിൽ അത് അൺഫിറ്റാണ്. മനസ്സിലായില്ലേ? ബിസ്മില്ലാഹിർ